പൂർണിമ, എന്തിനാ ഇത്രയും ചെറുതെടുത്തത്? ദേ ഇത് നോക്കിയേ, എലഗന്റ് ആയിട്ടുണ്ട്. നിന്റെ ചടങ്ങിന് ഇത്രയും ചെറുതിട്ടാ വരുന്ന ആൾക്കാരൊക്കെ എന്ത് കരുതും? ദാ ഇത് നിട്ട് നോക്കിയേ. വേണ്ട ചെറിയമ്മേ, എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത്രയും വലുത് എനിക്ക് നല്ലതായിരിക്കില്ല. എനിക്ക് സിമ്പിൾ ലുക്കാ ഇഷ്ടം. അതല്ല പൂർണിമ. മോം, ഡു യു നോ വൺ തിങ്? ഡയമണ്ട് അങ്ങനെ എല്ലാവർക്കും ചേരത്തില്ല. അതൊക്കെ ഇടാൻ ഒരു തനി ക്ലാസ് വേണം. നിധി, അയ്യോ, സാറിന് മരുന്ന് വാങ്ങിയ കാര്യം ചേച്ചി അറിയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ആ വാടാ കിരണേ, 100 ആയുസാ നിനക്ക്. ഹേ കിരൺ, നീ എന്താ ഇവിടെ? എന്താ കവറില്? ചേച്ചി, അത് പിന്നെ മരുന്നാ. മരുന്നോ? ആർക്ക്? എനിക്ക് വേണ്ടിയാ ചേച്ചി. അല്പം പനിയുണ്ടായിരുന്നു, അതാ. പിന്നെ നീ എന്തിനാ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? ലീവ് എടുത്തൂടായിരുന്നോ? ശരി, ഇരിക്കെ, നിനക്ക് കോഫി എടുത്തിട്ട് വരാം. ശരി, ഞാൻ പോയിട്ട് വരാം. കോഫി സാർ, മാധവൻ നന്നായിരുന്നു. സോറി, കോഫി നന്നായിരുന്നു. ആക്ച്വലി അത് ഞാൻ നിങ്ങളോടാ പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ കോഫി ടേസ്റ്റ് ആകാനുള്ള കാരണം ഡിക്കോക്ഷൻ ഉണ്ടാക്കിയ കൈപുണ്യം കൊണ്ടാ. ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ ഉള്ളതാ. ശരി, ഞാൻ പോയിട്ട് വരാം. ആ, ഒരു മിനിറ്റ്. ബാഗ് എന്തെങ്കിലും വേണോ? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. ശരി, എന്നാ ഞാൻ ഇറങ്ങാ. ചെക്ക് തരാൻ മറന്നു. ക്യാമറയുടെ എമൗണ്ട് ഇതിലുണ്ട്. അപ്പൊ ശരി, താങ്ക് യു. എടുത്തോളൂ. ആരാണോ വിളിക്കുന്നത്? ഓക്കെ, താങ്ക് യു. എന്നാ ശരി. ശരി. ശരിയപ്പോ പോയിട്ട് വരാം. സാമ്പാർ 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 തിളച്ചോണ്ടിരിക്കുക. ഓ, സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. ഈ വയസ്സാം കാലത്തെ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ചെലവ്? അങ്ങനെയാണെങ്കിൽ ആരോഗ്യമുള്ള കാലത്ത് കൂട്ടി വെക്കണമായിരുന്നു. ആരാ വേണ്ടെന്ന് പറഞ്ഞത്? വളരെ ബുദ്ധിമുട്ടിയാ എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദത്തനാണല്ലോ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടത് തന്നെ.
കോഫിക്ക് ഇത്ര ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഡിക്കോക്ഷൻ ചെയ്ത കൈപ്പുണ്യം തന്നെയാ കാരണം. അയ്യോ, മറന്നുപോയോ? ചെരുപ്പുകള, നീ എന്താണ് ഇവിടെ ചെയ്യുന്നേ? നില്ലടാ അവിടെ. തുളസി, ഏതെങ്കിലും വഴിപോക്കറ്റ് വഴിതെറ്റി വീട്ടിലേക്ക് കയറി വന്നായിരുന്നോ? അമ്മാവ അത് ആ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആ ചെരുപ്പുകള്ളൻ ഇരുന്നിരുന്നൊരു നല്ല കാര്യം ചെയ്തിരിക്കുക. ചെക്ക് എവിടെ? അയ്യോ, ഇത് തരാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. 000. കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ എന്തിനാ വണ്ടി നിർത്തിയേ? ഒരു മിനിറ്റ് ഇറങ്ങിക്കേ. ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കേ. ഞാനേ പോയിട്ട് ഇപ്പൊ വരാം. ഹലോ. ഹലോ ശ്രീ, ഞാൻ പൂർണിമയാ. എന്നെ മനസ്സിലായോ? ഓ ഹായ്. മാധവ സാറിന്റെ മരുമകളെ മറക്കാൻ പറ്റുമോ? മാഡത്തിന് സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. അതെ, എന്നെ മാഡം ഒന്ന് വിളിക്കണ്ട. സുഖാണോ പൂർണിമയെന്ന് ചോദിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാലോ. അതും ശരിയാണ്. ഇന്നെന്തു പറ്റി എന്നെ ഓർമ്മിക്കാനായിട്ട്? കഫേന്ന് നിന്റെ നമ്പർ വാങ്ങി ദിവസം വിളിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ പറ്റാറേയില്ല. അവസാനം ഇപ്പോഴാ എനിക്കൊരു സന്ദർഭം കിട്ടിയത്. സന്ദർഭമോ? ആ, നാളെ എന്റെ വയറ് കാണൽ ചടങ്ങാ. സോ ഞാൻ അതിനെ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചതാണ്. കൺഗ്രാറ്റ്സ്. വളരെ സന്തോഷമുണ്ട്. സന്തോഷാണെന്ന് മാത്രം പറയാതെ നീ സന്തോഷവതിയാണെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ നാളെ ഫംഗ്ഷന് വന്നേ പറ്റൂ. ഷുവർ, ഉറപ്പായി ഞാൻ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നീയും നിന്റെ ആ പഴയ ആളും എന്ന് വെച്ചാൽ നിന്റെ ഹസ്ബൻഡ്, വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് വേണം വരാൻ. എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ നീ അത്രയ്ക്ക് സംസാരിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നേ. നോക്കൂ, എനിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. അതിൽ നീയും ഒരാളാണ്. ഞാൻ കാത്തിരിക്കും. ഉറപ്പായിട്ട് വരണം. ഏയ്, നീ എന്തൊരു മടിയനാടാ. അവിടെ വയറ് കാണൽ ചടങ്ങിന് എല്ലാവരും റെഡിയാവുമ്പോ എഴുന്നേറ്റ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം നീ ഇങ്ങനെ കിടക്കുന്നത് ശരിയാണോ? ഒരു പ്രാവശ്യം എഴുന്നേറ്റ് വന്നൊന്ന് കാണാ അവരൊക്കെ എന്ത് സന്തോഷത്തിലാണെന്ന്. ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാവിലെ ആദി ഞാനുണ്ടാക്കിയ ബദാം ഹൽവ കഴിച്ചു. അവന് നല്ല മാറ്റമുണ്ട്. ഇന്ന് രാവിലെ മുതൽ എല്ലാം മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാ. ആ വിൻറ്റേജ് ക്യാമറ വാങ്ങാൻ ഞാൻ പോയില്ലേ, അവിടെ അതുപോലെ തന്നെയാ. വളരെ ഇഷ്ടപ്പെട്ട വിൻറ്റേജ് ക്യാമറ എനിക്ക് കിട്ടാതെ പോയതിൽ ഒരു വിഷമവും തോന്നിയില്ല. ആ ക്യാമറ എനിക്ക് തിരികെ കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമാണ്. അവരെത്ര ഇന്നസെന്റ് ആണെന്നറിയാമോ? എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഡനായിട്ട് ചെന്നതുകൊണ്ട് സംസാരിക്കാൻ അവർക്ക് വാക്കുകളില്ല. പാവം, അവർ കൺഫ്യൂഷനായിപ്പോയി. ഇന്നെന്താ അച്ഛൻ ഒരുപാട് സന്തോഷത്തിലാണല്ലോ. ചെറിയച്ഛനോട് അച്ഛന്റെ സന്തോഷം എല്ലാം പറഞ്ഞു. എന്നോട് എന്താ പറയാത്തെ? നിന്നോട് പറയാതിരിക്കുവോ? വാ 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 വാ, പതുക്കെ പതുക്കെ ഇരിക്കോ. ഇന്ന് നിന്നെപ്പോലെ വളരെ നിഷ്കളങ്കയായ ഒരാളെ ഞാൻ കണ്ടു. അവരെ ആദ്യം കാണുകയാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. അതെയോ? അതേ പൂർണിമ, അവരെ കണ്ടു വന്നതിന് ശേഷം ഒരു വല്ലാത്ത ഫീലിംഗ്. പോസിറ്റീവ് വൈബ്സ് എന്ന് പറയാറില്ലേ, അതുപോലെ. ഇറ്റ് വാസ് ഡിഫറെന്റ്. വായിക്കണം.
പുസ്തകങ്ങളെല്ലാം നല്ലോണം വായിക്കണം, എങ്കിൽ മാത്രമേ ലോകപരിചയം ഉണ്ടാവൂ. എവിടെ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നിനക്ക് ആ അടുക്കള തന്നെയാ നിന്റെ ലോകം. ഗുഡ് ഈവനിങ് മുത്തച്ഛ. ഓ, എന്താ ഇന്നത്തെ സവാരി കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലോ. സമയത്തിനെത്തണമെന്ന് മുത്തശ്ശൻ ഇവിടെ ഓർഡർ ഇട്ടിരിക്കല്ലേ. എന്റെ ബോസേ, മുത്തശ്ശനൊരു കാര്യം പറഞ്ഞാലേ അത് ശാസനയാണെന്ന് എനിക്കറിയില്ലേ. ഗുഡ് ഗുഡ്. ഇപ്പോഴാണ് നീ ഒരു റേഞ്ചില് എത്തിച്ചേർന്നെന്ന് എനിക്ക് തോന്നുന്നത്. മുത്തശ്ശ, സ്വീറ്റ്സ്. എന്താ സന്തോഷമുള്ള കാര്യം? ഇന്ന് ഓഫീസിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്റെ മുതലാളി എന്റെ ജോലിയിലെ കഴിവ് കണ്ട് ഒരു പ്രോജക്റ്റിൽ എന്നെ ലീഡാക്കി നിയമിച്ചിരിക്കുക. അതായത് ഒരു പ്രോജക്റ്റ് മുഴുവൻ ഞാനാണ് കൊണ്ടുപോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഉറക്കം തൂങ്ങി ഓഫീസിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നു എന്നർത്ഥം, അങ്ങനെയല്ലേ? മുത്തശ്ശന്റെ പേരെക്കുട്ടിക്ക് അവർ ഫ്രീ ആയിട്ട് ശമ്പളം തരും. പോടാ അവിടുന്ന് കളിക്കാതെ. എടുക്കും മുത്തശ്ശ. അവിടെ ഇരിക്കട്ടെ. രാത്രി ഞാൻ സ്വീറ്റ്സ് കഴിക്കാറില്ല. ഫ്രിഡ്ജിൽ വെച്ചേക്ക്, രാവിലെ എടുത്ത് കഴിക്കാം. മുത്തശ്ശ, ഇത് ക്രീം റോൾ അല്ല. അതുകൊണ്ടാ രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞത്. ഓഹോ, അങ്ങനെ. ഇങ്ങോട്ട് നോക്ക്. നിനക്ക് ഈ ലീഡ് പിന്നെ ലഡ്ഡു ഇതൊക്കെ എങ്ങനെയാ കിട്ടിയെന്നറിയാമോ? എങ്ങനെ? ഈ ദത്തൻ ഒരു ദിവസം പോലും മുടങ്ങാതെ ആ ദൈവത്തിന് പൂജയും വഴിപാടും ഒക്കെ ചെയ്തത് കൊണ്ടാ. കാലില് വീട്, നന്നായിട്ട് വീണ് നമസ്കരിക്ക്. നിനക്കിങ്ങനെ പ്രമോഷനും ഇൻക്രിമെന്റും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കണം. ദൈവം നിനക്ക് ഈ ദത്തനെ പോലെ നല്ല ബുദ്ധിയും ശക്തിയും ഒക്കെ തരണം. എന്താ മുത്തശ്ശ, മുത്തശ്ശന് നല്ല ബുദ്ധി ഉണ്ടെന്നോ? മുത്തശ്ശൻ പറയുന്നു, അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? സോറി. അമ്മേ, കോഫി. ശരിടാ, നിങ്ങൾ രണ്ടും ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കോഫി എടുത്തു വെക്കാം. ശ്രീ, ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഓഫീസിലെ മീറ്റിംഗ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. വാ, ആദ്യം ഫ്രഷ് ആയിട്ട് കോഫി കുടിച്ചോണ്ട് സംസാരിക്കാം. സിദ്ധാർത്ഥ്, നീ പൊയ്ക്കോ. എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ രാത്രി സംസാരിക്കാം. അല്ല ബോസ്. അല്ല പൊന്നു, നീ ഫ്രഷ് ആയില്ലേ? അതൊക്കെ പിന്നെ ആവാമേ. അമ്മ എന്നോട് എന്തോ പറയാൻ വന്നതുപോലെ എനിക്ക് തോന്നി. അതാ എന്താന്ന് ചോദിക്കാൻ വന്നേ. എന്താ അമ്മേ കാര്യം? എല്ലാം നിനക്ക് അറിഞ്ഞേ പറ്റുമല്ലേ? ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ വിശ്വസിക്കേയില്ല. കിച്ചു, അകത്തേക്ക് വിളിക്കില്ലേ? അല്ല സാറിന് കുടിക്കാനായിട്ട് കോഫി മതി. വെള്ളം കിട്ടിയില്ല. ഇതാ സർ. നിങ്ങൾ ഇരിക്കൂ, ഞാൻ കോഫി ഉണ്ടാക്കി തരാം. മൈ ഗോഡ്, മാധവ സാറ് നേരിട്ട് ഇങ്ങോട്ട് വന്നെന്നോ? അമ്മ എന്താ ഈ പറയുന്നേ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പൊന്നു, എനിക്ക് ഇതെല്ലാം ഇപ്പോഴും ഒരു സ്വപ്നമായിട്ടാ തോന്നുന്നത്. ആദ്യമായിട്ടല്ലേ അദ്ദേഹത്തെ അടുത്ത് കാണുന്നത്. എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. ഞാൻ എന്താ ചെയ്തത്, എന്താ പറഞ്ഞത്, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയൊക്കെ നടക്കും അമ്മേ. അമ്മ അദ്ദേഹത്തിന്റെ ആരാധികയും. അദ്ദേഹം പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ നടക്കുക. പക്ഷെ അദ്ദേഹം പോയതിനു ശേഷം ഞാൻ ഇരുന്നൊന്ന് ആലോചിച്ചു. ഞാൻ ചെയ്തതെല്ലാം മണ്ടത്തരായെന്ന് തോന്നി. അദ്ദേഹം എന്ത് വിചാരിച്ചു കാണോ എന്തോ. മാധവ സാർ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒന്നും വിചാരിക്കില്ലമ്മേ. പക്ഷെ പൊന്നു, ചെക്ക് തന്നിട്ട് ക്യാമറ എടുക്കാതെയല്ലേ പോയത്. എനിക്കെന്തോ അത് ശരിയായിട്ട് തോന്നിയില്ല. അത്രയല്ലേ ഉള്ളൂ. ചെക്ക് തിരിച്ചു കൊടുത്താൽ കാര്യം കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ആ ചെക്ക് നീ ഒന്ന് തിരിച്ചു കൊടുക്കാമോ? ശരി അമ്മേ. അമ്മേ, അദ്ദേഹം ചെക്ക് ആരുടെ കയ്യിലാ തന്നത്? എന്റെ കയ്യില്. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാരാ? ഞാൻ തന്നെ. അയ്യോ, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. നീ തന്നെ കൊടുക്ക. അത് വിട്ടേക്ക്. അമ്മ അദ്ദേഹത്തിന്റെ ഫാനാണെന്ന കാര്യം പറഞ്ഞോ? അത് പോട്ടെ, റെസിപ്പി ബുക്കെങ്കിലും കാണിച്ചോ? നല്ല അമ്മയാ. എത്ര നാളായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് കരുതി കാത്തിരിക്കുക. ഇന്ന് അദ്ദേഹം തന്നെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഒന്നും പറയാതെ അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, അടുത്ത പ്രാവശ്യം കാണുമ്പോ ഇതെല്ലാം ചേർത്തങ്ങ് പറഞ്ഞേക്കണം. മനസ്സിലായോ?
അമ്മാവാ പാല്. ആ മുളകും മഞ്ഞളും ഒക്കെ ശരിക്കിട്ടിട്ടുണ്ടോ? ചുമ കുറയാൻ വേണ്ടിയാ. ആ തുളസി, ഉം. നാളെ രാവിലെ ഭക്ഷണം കുറച്ച് നേരത്തെ ഉണ്ടാക്കണം. നാളെ ബാങ്കിൽ പോയി ഈ ക്യാമറയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ലേറ്റായി ചെന്നാലേ ക്യൂവിൽ കുറെ നേരം നിൽക്കേണ്ടി വരും. അത് പിന്നെ അമ്മാവാ, അദ്ദേഹം ക്യാമറ എടുക്കാതെയാ പോയത്. ആ, ആ, അവന്റെ പൊട്ട ബുദ്ധിക്ക് അവൻ കൊണ്ടുപോകാൻ മറന്നു. അതിന് ഞാനെന്ത് ചെയ്യണം? അല്ല, ചെക്ക് മാത്രം നമ്മളെടുത്താ അത് നന്നായിരിക്കും അമ്മാവാ. അല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചെക്ക് ഒരു തങ്ക തട്ടെടുത്ത് അതിൽ വെറ്റിലയും പാക്കൊക്കെ വെച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരാം. അത് മതിയോ? താണ്ട കിടക്കുന്നു. ഞാൻ ക്യാമറ പറഞ്ഞതുപോലെ വിറ്റു, അവൻ അതുപോലെ തന്നെ വാങ്ങുകയും ചെയ്തു. അവനത് ഇവിടെ വെച്ചിട്ട് പോയതിന് ഞാനെന്ത് ചെയ്യാനാ? അവനത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് എടുത്തോണ്ട് പോകും. അത് പിന്നെ അമ്മാവാ, മഹാലക്ഷ്മി ഇങ്ങോട്ട് കയറി വരുന്നത് തന്നെ അത്ഭുതം. അങ്ങനെ വരുമ്പോ ഇത് അവന് തിരികെ കൊടുത്താലേ ഈ ദത്തൻ മണ്ടനായി പോവും. ലക്ഷ്മി ദേവി, നീ തന്നെ എന്നെ കാത്തോളേ ദേവി. ഹാ. ഇത് നോക്കി, ഞാൻ ഡിസൈഡ് ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ഡിസൈനും ഡെക്കറേഷനും എല്ലാം ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്തു കളയരുത്. മനസ്സിലായല്ലോ? എന്താ ഇത്? നിങ്ങളെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ റോസസ് വേണ്ട, ഓർക്കിഡ് തന്നെ ഉപയോഗിച്ച് ചെയ്താൽ മതിന്ന്. ആദ്യം ഇതൊക്കെ ഒന്ന് എടുത്തേ, അതിനു മുൻപ് ഇതൊക്കെ എടുത്തു മാറ്റി ക്ലീൻ ചെയ്യും. നോക്കേ, ആ ഫ്ലവേഴ്സ് അവിടെയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. മോം, മുത്തശ്ശിയാവാൻ പോകുന്ന സന്തോഷത്തില് ഓടിയലഞ്ഞ് തളർന്നു കാണും. ഇത് കുടിക്ക്. ഈ സ്മൈലിന് എന്ത് മീനിങ്ങും ആവാലോ അല്ലേ? യോ വിഷ്, എന്ത് മീനിങ് വേണമെങ്കിലും എടുത്തു. പക്ഷെ ഇതിന്റെ യഥാർത്ഥ മീനിങ് എനിക്ക് മാത്രമേ അറിയൂ. എന്നോട് പറയില്ലേ? എന്ത് നടക്കുമോ അത് നടന്നു കഴിഞ്ഞതിന് ശേഷം നീയും അറിയും. അത് കഴിഞ്ഞ് എല്ലാവരും മനസ്സിലാക്കിക്കോളും. അപ്പോ ഈ ഡെക്കറേഷനൊക്കെ വയറ് കാണലല്ലേ? നീ വയറ് കണ്ണൽ ചടങ്ങെന്ന് കരുതിയാൽ അതങ്ങനെ, അല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ. അല്ല മോം, നല്ല അമ്മ. സിദ്ധാർത്ഥ്, ഇന്ന് എന്തൊക്കെ തമാശകളുണ്ടായെന്നറിയാമോ? ഹേയ്, നിനക്ക് എന്തു പറ്റി? ഞാനിവിടെ വട്ടായിട്ടിരിക്കുക. അല്ല, നീ എന്റെ ലൈഫിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലാവത്തെ. എപ്പോ നോക്കിയാലും അമ്മ അമ്മ അമ്മ. Come on, Siddharth. Just chill, yaar. എന്ത് ചില്ലെന്നാ? ആ വരുന്ന വഴി മുഴുവൻ അമ്മ 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 എന്ന്. അതിന് ഞാനൊന്നും പറഞ്ഞില്ല. വീട്ടിൽ വന്നതിന് ശേഷം സംസാരിക്കാന്ന് പറഞ്ഞപ്പോ രാത്രി സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പോട്ടേന്ന് വെച്ചു. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും എന്താണ് ഏതാണെന്ന് ചോദിക്കുന്നു വിചാരിച്ചപ്പോ വീണ്ടും വീണ്ടും അമ്മ അമ്മ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അല്ല സിദ്ധാർത്ഥ്, മതി. ഞാൻ അപ്സെറ്റ് ആയിരിക്കണമെന്ന് നിനക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? സിദ്ധാർത്ഥ് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് എന്ത് സന്തോഷമുണ്ടെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലും നിന്നോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കാത്തിരുന്നില്ലേ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. സോറി നീ സിദ്ധാർത്ഥ്. ഒന്നും സംസാരിക്കണ്ട. ഐ എം ടോട്ടലി ഫെഡ് അപ്പ്. കല്യാണത്തിന് മുമ്പ് നമ്മൾ പിണങ്ങിയിരുന്നപ്പോഴും നമുക്ക് നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. നിന്നെ എപ്പോ കാണാൻ പറ്റുമെന്ന് ഓർത്തുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടും ഒരുപാട് അകലങ്ങളിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പഴയ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. ഇപ്പൊ എന്തു പറ്റിയെന്നാ? ഇനി എന്താവാനാ? നിന്റെ ഭർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടോ? നീ എവിടുന്ന് ചിന്തിക്കാനാ? നീ കല്യാണം കഴിച്ചത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ? അതിനിടയിൽ എന്നെ എവിടെ ഓർക്കാനാ?